മക്കളെ, നമ്മളെ വർക്ക് എനർജിയുടെ പാർട്ട് 2 കാണാം കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. ചാറ്റ് ബോക്സിൽ ഒരുപാട് പേരെ കാണാവുന്നവർ കേൾക്കാവുന്നവർ ഒരു ഹായ് പറഞ്ഞേടാ, അല്ലെങ്കിൽ ഒരു ഫയർ തന്നേടാ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, വർക്ക് എനർജിയുടെ പാർട്ട് റെഡി അല്ലേ? അക്ഷിതയെ കാണാം, സലീഹ, റിസ. യെസ്, സ്റ്റാർട്ട് ചെയ്യാം. യെസ്, കാണുന്നില്ലേ മക്കളെ? പറയടാ മക്കളെ, പെട്ടെന്ന് പറയൂ. യെസ്, കാണാം കേൾക്കാമെന്ന് വിചാരിക്കുന്നു. വ്യക്തമായി ശബ്ദം കേൾക്കാമെന്ന് വിചാരിക്കുന്നു. വി ആർ സ്റ്റാർട്ടിങ് പാർട്ട് 2 വർക്ക് ആൻഡ് എനർജി. അവസാനം നമ്മൾ പവറിനെ കുറിച്ചും പറയും. റെഡി അല്ലേ മക്കളെ? സോ നിങ്ങൾ പ്രമോ കണ്ടിട്ടുണ്ടാവും. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ടേം ആണ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി ബേസിക് ആയ കാര്യം നമുക്കറിയാം. ഹൈറ്റ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൂടുന്നുണ്ട്. ഈ കാര്യം നമുക്കറിയാം. സോ മക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പൊട്ടൻഷ്യൽ എനർജി, എങ്ങനെയാണ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുന്നത് നോക്കണം മക്കളെ. നമ്മൾ റബ്ബർ ബാൻഡ് സ്ട്രെച്ച് ചെയ്തു അല്ലെ? റബ്ബർ ബാൻഡ് സ്ട്രെച്ച് ചെയ്തു. ഈ സ്ട്രെച്ച് ചെയ്ത റബ്ബർ ബാൻഡ് എന്ത് ചെയ്യാൻ കഴിയും? വർക്ക് ചെയ്യാൻ കഴിയില്ലേ? സ്ട്രെച്ച് ചെയ്ത റബ്ബർ ബാൻഡ് വിട്ടു നോക്കിയേ, അത് മേല് കൊണ്ടാൽ എന്താവും? നല്ല വേദനയായിരിക്കും. ഒരു പേപ്പർ വെച്ച് നോക്കിയേ, വലിച്ചു വിട്ടാൽ എന്തായിരിക്കും? നന്നായിട്ട് മുന്നോട്ട് നീങ്ങും. സോ ഇറ്റ് ക്യാൻ ഡു സം വർക്ക്. നമുക്കറിയാവുന്ന കാര്യമാണ്. സിമിലർലി ഒരു ടോയ് കാർ കാണാം. ഒരാൾ ആ ടോയ് കാർ എന്താ വൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തിരിച്ച് വൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വൈൻഡ് ചെയ്ത കാർ നിലത്ത് വെച്ചാൽ that will move, which means it can do some work. അല്ലേ? ഈ രണ്ട് കേസിലും വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേക കോൺഫിഗറേഷൻ വന്നാലാണോ വർക്ക് ചെയ്യാൻ പറ്റുക? അത് മാത്രമല്ല മക്കളെ, ദാ തെങ്ങിന്റെ മുകളിലുള്ള തേങ്ങ ഉയരത്തിലാണ്. എച്ച് എന്ന ഉയരം ഗ്രൗണ്ടിൽ നിന്നാണ് അല്ലെ? സോ അത് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ഞെട്ടറ്റാൽ താഴേക്ക് വീഴാൻ പറ്റും. ഇറ്റ് ക്യാൻ ഡു സം വർക്ക്. ഇവിടെ ഒരാളുണ്ടെങ്കിൽ അയാളുടെ തല എന്താ പറയാ, തേങ്ങ വീണിട്ട് മുറിയാക്കാൻ പറ്റും അല്ലെ? സോ ഇവിടെ എല്ലാം നമുക്ക് മനസ്സിലായി, വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവർക്കെല്ലാം വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു സ്ട്രെച്ച്ഡ് റബ്ബർ ബാൻഡിന്, അതുപോലെ തന്നെ വൈൻഡ് ചെയ്ത ടോയ് കാറിന്, ഉയരത്തിലിരിക്കുന്ന ഒബ്ജക്റ്റിന്, ഡാമിലെ വെള്ളത്തിന്, all these things can do work. വർക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഓഫ് കോഴ്സ് അവർക്ക് എന്തുണ്ട്? എനർജി ഉണ്ട്. സോ ആ എനർജിയെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എനർജി? ദ എനർജി possessed by virtue of two things. ഫസ്റ്റ് കാര്യമാണ് പൊസിഷൻ, രണ്ടാമത്തെ കാര്യമാണ് configuration. So simple ആണ് potential energy. The potential energy is the energy present in it by virtue of position or configuration. പൊസിഷൻ കൊണ്ട് എച്ച് എന്ന ഹൈറ്റിൽ വന്നാൽ അതിന് എന്തുണ്ട്? പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. നമ്മൾ അതിനെ വിളിക്കും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഹൈറ്റ് കൊണ്ട് പൊട്ടൻഷ്യൽ എനർജിയാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? സോ നമ്മൾ പറയുന്നു പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ച്. എന്താണ് പൊട്ടൻഷ്യൽ എനർജി? ആർക്കാണ് പൊട്ടൻഷ്യൽ എനർജി ഉള്ളത്? ആ കാര്യം ഓർക്കണേ മക്കളെ. ആർക്കുണ്ട്? നമുക്കറിയാം, ഒരു സ്ട്രെച്ച്ഡ് റബ്ബർ ബാൻഡിനുണ്ട്. ഉയരത്തിരിക്കുന്ന തേങ്ങ, ഒരു ഉയരത്തിൽ എന്താ തെങ്ങിന്റെ മുകളിലിരിക്കുന്ന തേങ്ങ, അതിന് എന്തുണ്ട്? പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. സോ നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. ഒരു ഒബ്ജക്ട് നമ്മൾ ലിഫ്റ്റ് ചെയ്തു, ഒരു ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. നമ്മളൊരു പ്രത്യേക കോൺഫിഗറേഷനിൽ വെച്ചു, അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടെന്ന് പറയാൻ കാരണം? അതിന് ക്യാൻ ഡു സം വർക്ക് അല്ലേ? ക്ലിയർ ആണോ? യെസ്. സോ പൊട്ടൻഷ്യൽ എനർജി രണ്ട് കാര്യം, ഒന്ന് പൊസിഷൻ കൊണ്ട്, രണ്ടാമത് കോൺഫിഗറേഷൻ കൊണ്ട്. സോ നോക്കണം മക്കളെ, കോൺഫിഗറേഷൻ കൊണ്ടുള്ള പൊട്ടൻഷ്യൽ എനർജി നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ നമ്മൾ രണ്ട് എനർജി കാര്യം പഠിച്ചു. മെക്കാനിക്കൽ എനർജിയെ രണ്ട് കാര്യത്തിൽ നമ്മൾ പഠിച്ചു. യെസ്, മനസ്സിലായി എന്ന് പറയുന്നുണ്ട് അല്ലെ?
നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഒരു ഒബ്ജക്റ്റിന്റെ മോഷൻ കൊണ്ടുള്ള എനർജിയാണ് കൈനറ്റിക് എനർജി. അതുപോലെ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ അതുകൊണ്ട് കിട്ടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. കൃത്യമായി മനസ്സിലായോ മക്കളെ? ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി അതിന്റെ കോൺഫിഗറേഷൻ കൊണ്ടും പൊസിഷൻ കൊണ്ട് കിട്ടുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുമാണ്. കാര്യം മനസ്സിലായെങ്കിൽ അത് കമന്റ് ബോക്സിൽ കാണണം. എവിടെ? യെസ് കമന്റ് ബോക്സിൽ ഹാർട്ടായി, റെഡ് ഹാർട്ടായി ആ കാര്യം മനസ്സിലാവുന്നുണ്ട്. യെസ് വരട്ടെ മക്കളെ. ആ കാര്യം മനസ്സിലായെങ്കിൽ കമന്റ് ബോക്സ് നിങ്ങൾക്ക് വേണ്ടിയാണ്. യെസ് അതിൽ നിങ്ങൾക്ക് ആ ഫയർ ഇമോജി ഉപയോഗിക്കാം. കാണട്ടെ. എവിടെ? ക്ലിയർ അല്ലേ കാര്യം? കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോടാ? പൊട്ടൻഷ്യൽ എനർജി, ദ എനർജി. യെസ് തേജുൽ വിത്ത് അവർ ഓൺ ഇമോജി, നമ്മുടെ സ്വന്തം ഇമോജി ആയിട്ട് വന്നിട്ടുണ്ട്. യെസ് മനസ്സിലായി. സിമ്പിൾ കാര്യമാണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം കൊണ്ട്, പൊസിഷൻ കൊണ്ട്, രണ്ടാമത്തെ കാര്യം അതിന്റെ സ്പെഷ്യൽ കോൺഫിഗറേഷൻ കൊണ്ട്. കൈനറ്റിക് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സിമ്പിൾ. യെസ് സിമ്പിൾ ആണ് അല്ലെ? സോ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ 9th പഠിക്കാനില്ല. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് എന്നുള്ള കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി മക്കളെ. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആണ്. പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ. റെഡി അല്ലേ? നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. യെസ് നമ്മുടെ സ്വന്തം ഇമോജിയാണ് നമ്മുടെ കമന്റ് ബോക്സിൽ നിറഞ്ഞുകൊണ്ട്. നാഗ്നലിന്റെ കമന്റ് കാണാം, അദിയെ കാണാം, ഫസൽ ഫാർദീന്റെ കമന്റ് കാണാം. യെസ് ഫൈൻ. സോ മക്കളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു പൊട്ടൻഷ്യൽ എനർജി ഓഫ് എൻ ഒബ്ജെക്ട് അറ്റ് എ ഹൈറ്റ്. നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ h എന്ന ഹൈറ്റിലേക്ക് ഉയർത്തി. അപ്പൊ അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. എന്താണ് അതിന്റെ എക്സ്പ്രഷൻ? എങ്ങനെയാണ് ആ കാര്യം കിട്ടുന്നത്? ഇതാണ് നമ്മൾ കൃത്യമായി പഠിക്കാൻ പോകുന്നത് മക്കളെ. നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് നമ്മൾ റേസ് ചെയ്തു, to a height h. അതിന് എനർജി ഇൻക്രീസ് ചെയ്യും അല്ലെ? സോ ആൻ ഒബ്ജെക്ട് ഇൻക്രീസസ് എനർജി വെൻ റൈസ് ടു എ ഹൈറ്റ് h. അതിനാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന കാര്യം കൃത്യമായി നമുക്കറിയാം. സോ എന്തുകൊണ്ടാണ് അത് ഉണ്ടായത്? ബിക്കോസ് വി ആർ ഡൂയിങ് സം വർക്ക് against gravitational force while that thing is being raised. മക്കളെ ഒരു ഒബ്ജക്റ്റ്, ഈ ഫോണ് നിലത്തിരിക്കുകയാണ് അല്ലെ? ഈ ഫോണ് നിലത്ത് ഗ്രൗണ്ടിൽ ഇരിക്കാൻ കാരണം ഇതിനെ എർത്ത് പുൾ ചെയ്യുന്നത് കൊണ്ടാണ്. If you are lifting that, you are applying some work against gravitational ഫോഴ്സ് അല്ലെങ്കിൽ ഗ്രാവിറ്റിക്ക് എതിരായിട്ട് നിങ്ങൾ കുറച്ച് വർക്ക് ചെയ്യാണ്. ഈ വർക്കാണ് അവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. മക്കളെ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണ്? വർക്ക് നമ്മൾ പറഞ്ഞു എനർജിയാണ്. നമ്മൾ ചെയ്യുന്ന വർക്കാണ് എനർജി ആയി സേവ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു അല്ലെ? നമ്മൾ ചെയ്യുന്ന വർക്കാണ് അവിടെ എനർജി ആയി സേവ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്ത വർക്ക് എന്താ? വി ആർ ലിഫ്റ്റിംഗ് ദാറ്റ്. നമ്മൾ ഉയർത്തുക ചെയ്യുമ്പോൾ വി ആർ ഡൂയിങ് സം വർക്ക് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ദാറ്റ് വിൽ ബി സേവ്ഡ് അല്ലെങ്കിൽ സ്റ്റോർഡ് ആസ് പൊട്ടൻഷ്യൽ. മനസ്സിലായോ? ഒരു ഒബ്ജക്റ്റ് ഉയർത്തുമ്പോൾ അതിന് എങ്ങനെയാണ് എനർജി കിട്ടുന്നത്? നമ്മൾ ചെയ്യുന്ന വർക്ക് against gravitational force will be stored as potential energy. ക്ലിയർ ആണോ? സോ അതുകൊണ്ട് തന്നെ ആ പൊട്ടൻഷ്യൽ നമ്മൾ വിളിക്കും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നു. പൊസിഷൻ കൊണ്ടുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. എന്തുകൊണ്ട് അതിനെ അങ്ങനെ വിളിക്കുന്നു വെച്ചാൽ ദാറ്റ് ഈസ് ബിക്കോസ് വി ആർ ഡൂയിങ് വർക്ക് against gravity. കാര്യം മനസ്സിലായോ? മനസ്സിലാക്കേണ്ട കാര്യം വളരെ സിമ്പിൾ ആണ്. അവിടുത്തെ പൊട്ടൻഷ്യലിന്റെ പേര് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ ആണ്. ബിക്കോസ് വി ആർ ഡൂയിങ് സം വർക്ക് against gravitational force. This work will be stored as potential energy. ക്ലിയർ അല്ലേ കാര്യം? യെസ് സിമ്പിൾ അല്ലെ? ഇത്രയേ ഉള്ളൂ കാര്യം. സോ മക്കളെ നോക്കടാ, എങ്ങനെയാണ് നമുക്ക് അതിന്റെ ഇക്വേഷനിലേക്ക് എത്താൻ പറ്റുക? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനിലേക്ക് എത്താൻ പറ്റുക. ആ കാര്യമാണ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പഠിച്ചു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് an object at a point above the ground is defined as. ഇങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. That is the work done in raising it from ground to that point against gravity. So നമ്മൾ പഠിച്ച കാര്യം എങ്ങനെയാണ്? Gravitational potential energy equal to work done against gravity.
ശരിയല്ലേടാ? സോ അതിനെ നമുക്ക് പിടിക്കാം. നോക്കിയേ, ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ഈ കാര്യം നമുക്കറിയാലോ. നോക്കിക്കേ മക്കളെ, സപ്പോസ് വി ആർ ലിഫ്റ്റിംഗ് ആൻ ഒബ്ജക്ട് ഓഫ് മാസ് എം. നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നത് എം മാസ് ഉള്ള ഒബ്ജക്റ്റിനെയാണ് ടു എ ഹൈറ്റ് എച്ച്. ഗ്രൗണ്ടിൽ നിന്ന് എച്ച് ഹൈറ്റിലേക്ക് വി ആർ ലിഫ്റ്റിംഗ് ആൻ ഒബ്ജക്ട് ഓഫ് മാസ് എം. എത്രയാണ് അവിടെ ചെയ്ത വർക്ക്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. എഫ് ഈക്വൽ ടു എം എ എന്ന ഇക്വേഷൻ നമുക്കറിയാം. ഇവിടെ എക്ക് വരെ നമ്മൾ ജി എന്ന് എഴുതും, കാരണം അവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. എം ജി ഈസ് ഫോഴ്സ്, അത് ഇൻറ്റു എച്ച്. ഇത്രയേ ഉള്ളൂ. So this is the expression for gravitational potential energy. അല്ലെങ്കിൽ this work done will be stored as gravitational potential energy. കാര്യം മനസ്സിലായോടാ? സിമ്പിൾ അല്ലേ കാര്യം? ഒരിക്കൽ കൂടി ശ്രദ്ധിക്കണം മക്കളെ, നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സേവ് ചെയ്യുന്നത്. സോ നമുക്കറിയാം വർക്കിന്റെ ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് എന്താണ്? എം എ എന്ന ഇക്വേഷൻ നമുക്കറിയാം. വി ആർ ഡൂയിങ് വർക്ക് അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി, സോ എ എന്താവും? ജി ആവും. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയി മാറും. യെസ്, എം ജി ഇൻറ്റു എച്ച്. എച്ച് ആണ് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്. ക്ലിയർ അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ കാര്യം? സോ ദിസ് വർക്ക് ഡൺ, ഇതാ നമ്മൾ പറഞ്ഞത് വർക്ക് ഡൺ ഒബ്ജക്ട്സ് ഈക്വൽ ടു എം ജി എച്ച്, എനർജി ഈസ് ഈക്വൽ ടു എം ജി എച്ച്. അതായത് ആ വർക്ക് ഡൺ വിൽ ബി സ്റ്റോർഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി. സോ ഈ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു എം ജി എച്ച്. എല്ലാവരും ഇക്വേഷൻ പഠിക്കണം. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. മക്കളെ, നമുക്ക് രണ്ട് ഇക്വേഷൻ ആണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. എനർജി കൈനറ്റിക് ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. നമ്മൾ കഴിഞ്ഞ ലൈവിൽ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെക്ഷനിൽ പഠിച്ചു. ഇവിടെ പഠിച്ചു എനർജി പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു എം ജി എച്ച്. രണ്ട് ഇക്വേഷൻ പഠിച്ച ആളുകൾ നമ്മുടെ വി സൈൻ കമന്റ് ബോക്സിൽ ഒന്ന് തന്നേടാ. യെസ്, ആ കമന്റ് ബോക്സിൽ രണ്ട് ഇക്വേഷൻ പഠിച്ച ആളുകൾ നമ്മുടെ വിക്ടറി സൈൻ ആയി ഒന്ന് കമന്റ് ബോക്സിൽ വരണേ പ്ലീസ്. യെസ്, രണ്ട് ഇക്വേഷൻ പഠിച്ചില്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ഓരോ ടേംസും അറിയണം. നമുക്കറിയാം എം മാസ് ആണ്, വി എന്താണ്? വെലോസിറ്റി ആണ്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. എം എന്താ ഇവിടെ? അത് അഗെയിൻ മാസ് ആണ്. ജി എന്താണ്? ജി ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. വാല്യൂ എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എച്ച് എന്താണ്? ഹൈറ്റ് ആണ്. കൃത്യമല്ലേടാ? യെസ്, വിക്ടറിയും കപ്പുമായി മക്കൾ എല്ലാവരും വരുന്നുണ്ട്. യെസ്, ക്ലിയർ അല്ലേ? യെസ്. അങ്കിത്, ഹായ് സർ, റിമെമ്പർ മീ. കഴിഞ്ഞ ക്ലാസ്സിൽ വന്ന് എനിക്ക് ഓർമ്മയുണ്ട്. യെസ്, ഫൈൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ. രണ്ട് ഇക്വേഷൻ പഠിച്ചാൽ കാര്യങ്ങൾ മനസ്സിലായി. യെസ് അങ്കിത്, ഞാൻ പറഞ്ഞല്ലോ. യെസ്. സോ ഇക്വേഷൻ എല്ലാവർക്കും അറിയണം മക്കളെ. ഇതാണ് നമ്മളെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ. ആൻഡ് വി ആർ മൂവിങ് ടു സം ഇൻട്രസ്റ്റിംഗ് തിങ്സ്. നോക്കിക്കേ മക്കളെ, നമ്മൾ പറഞ്ഞു ഇഫ് യു ലിഫ്റ്റ് ആൻ ഒബ്ജെക്ട് ടു സം ഹൈറ്റ് എച്ച്, അവിടെ നമ്മൾ ചെയ്യുന്ന വർക്ക് എം ജി എച്ച് ആണ്. സോ ദിസ് ഈസ് മൈ ക്വസ്റ്റ്യൻ. നമ്മൾ ചെയ്യുന്നത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഈ ഒരു ഒബ്ജക്റ്റിനെ, പി എന്ന ഒബ്ജക്റ്റിനെ ബി എന്ന പോയിന്റിൽ എത്തിക്കുകയാണ്. വി ആർ ലിഫ്റ്റിംഗ് ദ ഒബ്ജക്ട് പി ഫ്രം എ ടു ബി. A ground level ആണ്. We are lifting that to point B where B is at a height h. Okay അല്ലേടാ? സോ ഇതിനായി രണ്ട് പാത്തുകളാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് എ സ്ട്രെയിറ്റ് പാത്ത്. ഞാൻ ആ ഒബ്ജക്റ്റിനെ സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്ക് കൊണ്ടുപോകും. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് എ ഡിഫറെന്റ് പാത്ത്, അല്ലെ? ഈ ഒരു ഷേപ്പിൽ പാത്ത്, ഒരു കർവ്ഡ് പാത്ത് നമുക്ക് പറയാൻ പറ്റും. സോ ഫസ്റ്റ് ഞാൻ ആ ഒബ്ജക്റ്റിനെ ഒന്ന് ഉയർത്തി ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി, വീണ്ടും ഉയർത്തി റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി മുകളിലേക്ക് എത്തി. സോ ദ പാത്ത് വാസ് ഡിഫറെന്റ്. മൈ ക്വസ്റ്റ്യൻ ഈസ്, വിൽ there be any change in potential energy? Or ഇവിടുത്തെ potential energy depends on the path covered. Is the potential energy depends on the path? എന്താണ് നിങ്ങളുടെ ആൻസർ?
ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? വി നോ ദാറ്റ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി mgh ആണ്. ആൻഡ് വാട്ട് അബൌട്ട് ഇവിടുത്തെ സെക്കൻഡ് കേസിലെ പൊട്ടൻഷ്യൽ എനർജി? യെസ്, ഇത് എത്രയായിരിക്കും പറഞ്ഞേടാ. ഇവിടെ എന്താ വ്യത്യാസം? പാത്ത് വാസ് ഡിഫറെന്റ്. Will there be any change? No, of course no. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിയും mgh തന്നെ ആയിരിക്കും. Which means ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ. സോ ഈ കാര്യം മക്കൾ കൃത്യമായിട്ട് ഓർത്തു വെക്കണം. എങ്ങനെ ലിഫ്റ്റ് ചെയ്താലും ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് എത്രയാണോ ആ ഡിസ്പ്ലേസ്മെന്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ക്ലിയർ ആണോ മക്കളെ? യെസ്, ക്ലിയർ ആണ് വിചാരിക്കുന്നു. യെസ്. സോ ഇതാണ് നമ്മളിവിടെ പറയുന്ന കാര്യം. ദ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ഡിഫറൻസ് ഇൻ വെർട്ടിക്കൽ ഹൈറ്റ്സ് ഓഫ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ഓഫ് ദി ഒബ്ജെക്ട്. അല്ലെ, അതെന്താ? അതിനെയാണ് നമ്മൾ എച്ച് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അല്ലെ മക്കളെ, അതിന് നമ്മൾ എച്ച് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. കാണാം നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഈസ് എച്ച്. ഓക്കെ, സോ ആൻഡ് not on the path along with the object is moved. So രണ്ട് കേസിലും പൊട്ടൻഷ്യൽ എനർജി will be mgh. അത് കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ഒരു കൺഫ്യൂഷൻ കൃത്യമായി ഒഴിവാക്കാൻ നമ്മൾ കൊണ്ടുവന്ന ചോദ്യം. യെസ്, ക്ലിയർ അല്ലേ മക്കളെ? സർ ഡയഗണലി പോയാൽ എങ്ങനെ പറ്റും? എങ്ങനെയായാലും സോ സപ്പോസ് നിങ്ങൾ ഇവിടുന്ന് ഇവിടേക്ക് ഉയർത്തി എന്ന് വിചാരിക്കടാ. ഇവിടെയാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത് വിചാരിക്കുക. വാട്ട് യു ക്യാൻ കൺസിഡർ ദിസ് ഹൈറ്റ്. ഓക്കെ, ഈ ഹൈറ്റ് കൺസിഡർ ചെയ്താൽ മതി. ഇവിടെ ഈ പൊസിഷൻ തന്നെ വരണമെന്നില്ല. അതാ ഈ ഒബ്ജക്റ്റ് ഇവിടെയാണെങ്കിലും ജസ്റ്റ് ഗ്രൗണ്ടിൽ നിന്ന് എത്രയാണ് അതിന്റെ ഹൈറ്റ് നോക്കുക. ഈ ഹൈറ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. നീഡ് നോട്ട് റീച്ച് ദ സെയിം പോയിന്റ്. ഇവിടെ എത്തിയാലും പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദിസ് ഹൈറ്റ്. ക്ലിയർ ആണ് കാര്യമെന്ന് മനസ്സിലാക്കുന്നു. ക്ലിയർ അല്ലേടാ മക്കളെ? ഈ കാര്യം ഇത്രയാണ് നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ച് പറയാൻ. ഇനി നമ്മൾ അതിന്റെ പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. ഇക്വേഷനും പൊട്ടൻഷ്യൽ എനർജിയും സെറ്റ് ആണെങ്കിൽ കമന്റ് ബോക്സിൽ ഫയർ വേണം മക്കളെ. യെസ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യം നമ്മൾ പഠിച്ചത്. എന്താണ്? ഒറ്റ ഇക്വേഷൻ mgh. ഇത്രയേ ഉള്ളൂ. പൊട്ടൻഷ്യൽ എനർജി രണ്ട് ടേംസ്, പൊസിഷൻ ആൻഡ് കോൺഫിഗറേഷൻ. The energy possessed by virtue of position or configuration. Yes, സെറ്റ് അല്ലേ? സർ നെയിം മക്കളെ പേര് ശബരി ശ്രീനിവാസ്. ക്ലിയർ ആണ്? യെസ്, ഫയർ ആണ് വരുന്നത്. നമ്മളെ കമന്റ് ബോക്സിൽ മൊത്തം ഫയർ കളിയാണ് മക്കളെ. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ഞാൻ കാണിക്കുന്നു. ആദ്യം ആര് ഉത്തരം പറയും നോക്കാം. ആദ്യം ആര് ഉത്തരം പറയും? റെഡി? ക്വസ്റ്റ്യൻ ഇതാണ്. Find the energy possessed by an object of mass 10 kilogram when it is at a height of 6 meter above the ground. Given g is equal to 9.8 meter per second square. Energy possessed by the object at a height of 6 meter. അത് ഏതാണടാ? എനർജി പൊട്ടൻഷ്യൽ ആണ്. ഒരേ ഒരു ഇക്വേഷൻ mgh. m എത്രയാണ്? 10 കിലോഗ്രാം ഇൻറ്റു ജി എത്രയാണ്? 9.8 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 6. സോ 98 ഇൻറ്റു 6. ആൻസർ ആദ്യം ആര് പറയും? യെസ്, കിട്ടിയോടാ? കിട്ടിയോ? ആൻസർ കിട്ടിയവരെവിടെ? ഫൈനൽ ആൻസർ കിട്ടിയവരെവിടെ? ആദ്യമാര് Yes. 588. ആൻസർ എന്താടാ? എനർജി ആണ്. ദാറ്റ് ഈസ് ജൂൾ. 588 അല്ലേടാ? തെറ്റിപ്പോണ്ടോ? യെസ്, 5882 കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ആർക്കൊക്കെ ആൻസർ റോങ് ആയി പോയി മക്കളെ? ഒരു പ്രശ്നമില്ലടാ. 9.8 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് 98 വരും അല്ലെ? 9.8 0 കൊടുക്കുക, പോയിന്റ് കൊടുക്കുക. 98 ഇൻറ്റു 6. 98 ഇൻറ്റു 6 ഈസ് 588 ജൂൾ. കൃത്യമല്ലേ? മനസ്സിലായില്ലേ? ഈസി അല്ലേ? ജൂൾ ആണ് യൂണിറ്റ്. എനർജിയുടെ യൂണിറ്റ് ജൂൾ ആണ്. കൃത്യമായി മനസ്സിലാക്കി. യെസ്,
കൺഗ്രാജുലേഷൻസ്. ഒരുപാട് പേര് ആൻസർ ക്ലിയർ ആക്കുന്നുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? റെഡി അല്ലേ നിങ്ങൾ? ഇതുപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ, പക്ഷെ ചെറിയൊരു വ്യത്യാസം മാത്രം. എടാ നമ്മൾ 9ാം ക്ലാസ്സുകാരല്ലേടാ, നമ്മളുടെ ആ ലെവൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിസ്സാരം. വായിക്കാം ക്വസ്റ്റ്യൻ നമുക്ക്. An object of mass 12 kilogram is at a certain height. Height തന്നിട്ടില്ല. Above the ground. If the potential energy of the object is 480 joule, find the height at which the object is with respect to the ground. Given G is equal to 10. Simple ആക്കാൻ വേണ്ടിയിട്ട് Gയുടെ വാല്യൂ ആക്ച്വലി 9.8 ആണ്. കാൽക്കുലേഷൻ സിമ്പിൾ ആക്കാൻ നമുക്ക് G is equal to 10 എന്ന് തന്നിട്ടുണ്ട്. അത് വെച്ച് ചെയ്താൽ മതി മക്കളെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. What is given? M is equal to 12 kilogram തന്നിട്ടുണ്ട്. H equal to അറിയില്ല. Energy potential is equal to 480 joule and G is equal to 10. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. We have the formula. Yes, EP is equal to mgh. So H is equal to EP divided by mg. Confusion എന്തെങ്കിലും ഉണ്ടോ മക്കളെ? This is the general formula നമുക്കുള്ളത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് H ആണ്. ഏത് ഹൈറ്റിലേക്കാണ് അതിനെ ഉയർത്തിയത്? H നെ മാത്രം അവിടെ വെച്ചു. mg യെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു, ഡിവൈഡഡ് ബൈ ആവും. സോ എനർജി എത്രയായിരുന്നു? That was 480 divided by മാസ് എത്രയാടാ? 12 into 10. 0 വെട്ടി 12 and 48 4. So the answer is 4 meter. Yes, ഒരുപാട് പേര് ആദ്യം പറഞ്ഞു. ആദ്യം പറഞ്ഞ ആളെ നമ്മൾ ഇപ്പോ കണ്ടുപിടിക്കും. യെസ് ആദ്യം പറഞ്ഞ ആള് സാധിക മാധവി. ഉടൻ തന്നെ സൂര്യ പറഞ്ഞു, സൂര്യാദത്ത് പറഞ്ഞു, അശ്വിൻ പറഞ്ഞു. യെസ് 4 meter. ക്ലിയർ അല്ലേടാ? കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? ഇത്രയുള്ളൂ പൊട്ടൻഷ്യൽ എനർജി കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് പൊട്ടൻഷ്യൽ എനർജിയുടെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ക്ലിയർ അല്ലേടാ മക്കളെ? ക്ലിയർ അല്ലേ? യെസ്. ആ 4 മീറ്റർ എന്ന് കിട്ടിയ ആളുകൾ മനസ്സിലായതിന്റെ സന്തോഷവും ഞാൻ ആ കമന്റ് ഒപ്പം കാണുന്നു. യെസ്. സോ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോയാലോടാ മക്കളെ? ക്ലിയർ അല്ലേ? റെഡി ആണെങ്കിൽ റെഡി ആയതിന്റെ തംസ് അപ്പ് കമന്റ് ബോക്സിൽ വന്നാൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. കമന്റ് ബോക്സിൽ റെഡി ആയതിന്റെ തംസ് അപ്പ് വരുമ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. നമ്മളെ ചാപ്റ്റർ ഇപ്പോൾ തീരും. ഇപ്പോൾ തീരാൻ പോകുന്ന നമ്മളെ ചാപ്റ്റർ. യെസ്. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ് മക്കളെ. ദിസ് ഈസ് ദ നെക്സ്റ്റ് തിങ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, നമുക്ക് അറിയുന്ന കാര്യമാണ്. നമ്മൾ അത് ഒരിക്കൽ കൂടി പറയുന്നുവെന്ന്. Or various energy forms interconvertible. മക്കളെ നമുക്കറിയാം ഒരുപാട് ഫോംസ് ഓഫ് എനർജി ഉണ്ട്. നമ്മളിപ്പോ പഠിച്ച കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ദേ ആർ കോൾഡ് മെക്കാനിക്കൽ എനർജി. ഇതല്ലാതെ ഹീറ്റ് എനർജി ഉണ്ട്, ലൈറ്റ് എനർജി ഉണ്ട്, കെമിക്കൽ എനർജി ഉണ്ട്, ന്യൂക്ലിയർ എനർജി ഉണ്ട്, സൗണ്ട് എനർജി ഉണ്ട്. ഒരുപാട് ടൈപ്സ് ഓഫ് എനർജി ഉണ്ട്. ഈ എനർജികൾ പരസ്പരം ഇന്റർചേഞ്ചബിൾ ആണോ? ഈ എനർജികൾ ഇന്റർചേഞ്ചബിൾ ആണോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓഫ് കോഴ്സ് ശരിയാണ് അല്ലെ? ഇന്റർചേഞ്ചബിൾ ആണ്. അതായത് കൊണ്ടാണ് നമ്മളുടെ ജീവൻ ഇവിടെ നിൽക്കുന്നത്. നമ്മൾ ചാപ്റ്റർ തുടങ്ങിയ സമയത്ത് നമ്മൾ പഠിച്ചു. എന്താ നമ്മൾ പഠിച്ചത്? നമുക്ക് എനർജി വേണം അല്ലെ? നമുക്ക് എനർജി വേണം. ആ എനർജി എവിടെ നിന്ന് കിട്ടും? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്. സോ നമുക്ക് വർക്ക് ചെയ്യാനുള്ള എനർജി കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ്. ആ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാടാ? നമ്മളെ പ്ലാന്റ്സ് ആണ് അല്ലെ? അവര് പ്രൊഡ്യൂസ് ചെയ്ത എനർജി ഫുഡിൽ സ്റ്റോർ ചെയ്യുന്നു. ആ ഫുഡ് നമ്മൾ കഴിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് എനർജി കിട്ടുന്നത്. സോ ഹൗ ഡു ഗ്രീൻ പ്ലാന്റ് പ്രൊഡ്യൂസ് ഫുഡ്? ഓഫ് കോഴ്സ് നമുക്കറിയാം. ദേ യൂസ് സൺലൈറ്റ് അല്ലെ? റേഡിയന്റ് എനർജി അല്ലെങ്കിൽ ലൈറ്റ് എനർജി യൂസ് ചെയ്യും. ദേ യൂസ് ദ പ്രോസസ് കോൾഡ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് ഹെൽപ്പ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എനർജി ഉപയോഗിച്ചിട്ട് അവർ ഫുഡും പ്രൊഡ്യൂസ് ചെയ്യും. That will be stored as the various parts of the plant and they will release oxygen. നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കൺസ്യൂം ചെയ്യുന്ന പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത ഫുഡാണ്.
സോ ആ ഫുഡിലുള്ള എനർജിയാണ് നമുക്ക് പല 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 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. വിച്ച് മീൻ ദാറ്റ് ഈസ് എവിഡന്റ് എനർജി വേരിയസ് ഫോമിലേക്ക് മാറ്റാൻ നമുക്ക് സാധിക്കും അല്ലെ. നമ്മളൊരു ഐസ്ക്രീം കഴിക്കുന്നു, നമുക്ക് മൂവ് ചെയ്യാനുള്ള എനർജി കിട്ടും. ആ ഐസ്ക്രീമിലെ എനർജി ക്യാൻ കോൾ ദാറ്റ് ആസ് കെമിക്കൽ എനർജി. അതാണ് നമുക്ക് മോഷൻ ആവശ്യമായിട്ടുള്ള മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റാൻ സാധിക്കുന്നത്. റേഡിയൻ എനർജി അല്ലെങ്കിൽ ലൈറ്റ് എനർജി അത് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്ത് കെമിക്കൽ എനർജി ആക്കിയിട്ട് ഫുഡിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. പെട്രോൾ അടിക്കുന്നു കാറിൽ, പെട്രോളിലെ കെമിക്കൽ എനർജി വിൽ ബി കൺവേർട്ട് ഇൻ ടു ദി വാട്ട് മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇലക്ട്രിക്കൽ എനർജി ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എനർജി അത് ഉപയോഗിച്ച് നമ്മൾ ലൈറ്റ് എനർജി ഉണ്ടാക്കുന്നു, സൗണ്ട് എനർജി ഉണ്ടാക്കുന്നു, ഈവൻ ഹീറ്റ് എനർജി ഉണ്ടാക്കുന്നു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എനർജി. ഇവിടെ നമ്മൾ തെർമൽ ഒരു ഹീറ്റിംഗ് ഡിവൈസ് ആണ് വെച്ചത്. സോ തെർമൽ എനർജി. സോ ദ പോയിന്റ് ഈസ് സിമ്പിൾ. ഇത്രയേ ഉള്ളൂ. എനർജിയെ വേറെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ ചെയ്യുന്ന സമയത്തെല്ലാം we are converting energy from one form to another form. ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നില്ല? we are not producing energy. നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, നമ്മൾ അത് ഡിസ്ട്രോയ് ചെയ്യുന്നില്ല. we are just converting energy from one form to another. ഇതാണ് നമ്മളെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നമ്മൾ പഠിച്ച കാര്യം ഇത്രയേ ഉള്ളൂ മക്കളെ. we learned that the form of energy can be changed from one form to another. So what happens to the total energy of the system? ഒരു ഫോമിൽ നിന്ന് വേറെ ഒരു ഫോമിലേക്ക് മാറുകയാണ് എനർജി ചെയ്യുന്നത്. We are not producing some extra energy, which means whenever the energy get transformed, total energy remains unchanged. ഒരു ഫോമിൽ നിന്ന് വേറെ ഒരു ഫോമിലേക്കായി. മക്കളെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇങ്ങനെയാണ്. ഒരു ഫോമിൽ നിന്ന് വേറെ ഫോമിലേക്ക് ആക്കി, സപ്പോസ് കെമിക്കൽ എനർജി നമ്മൾ എന്താക്കി മാറ്റി? മോഷന് വേണ്ട മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റി. കംപ്ലീറ്റ്ലി ഇത് മെക്കാനിക്കൽ എനർജി ആയിക്കൊള്ളുന്നില്ല, വേറെ ചില പാർട്ടായി പോയിട്ടുണ്ടാകാം. എന്നാൽ പോലും ഈ എനർജിയാണ് വേറെ പാർട്ട് വേറെ 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 ഫോംസിലേക്ക് മാറ്റിയത്. സോ ഇത്രയേ ഉള്ളൂ നമ്മളെ പോയിന്റ്. ഇത്രയേ ഉള്ളൂ നമ്മളെ പോയിന്റ്. എനർജി ക്യാൻ ഓൺലി ബി കൺവെർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ ഫോം. It can neither be created nor be destroyed. The most important, the most powerful statement, law of conservation of energy. Energy can neither be created nor be destroyed. But actually what we are doing, we are simply converting. We are just simply transforming energy from one form to another form. Clear ആണോ? Yes. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ എന്താ ചെയ്യണം? എനർജി ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ഓക്കെ. സോ എല്ലാ ട്രാൻസ്ഫർമേഷനിലും ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഈസ് വാലിഡ്. എല്ലാ കേസിലും വാലിഡ് ആണ് മക്കളെ. സോ പോയിന്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ പൊട്ടൻഷ്യൽ എനർജിക്ക് ശേഷം പഠിക്കേണ്ട കൃത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജി ക്യാൻ ഓൺലി ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഇറ്റ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ക്ലിയർ അല്ലേ? യെസ്, ക്ലിയർ ആണെന്ന് തന്നെ വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ മക്കളെ? യെസ്, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോയാലോ? യെസ്, നാജി ഓജി ബോയ്, ഒറിജിനൽ ബോയ് പറഞ്ഞേ. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായോ? ക്ലിയർ ആണോ? യെസ്, നെഹ്ന വന്നു. നെഹ്ന പറഞ്ഞ ക്ലിയർ ആണെന്ന് കാര്യവുമായിട്ട് വന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് അവർ നെക്സ്റ്റ് പോയിന്റ്. സോ മക്കളെ, കൺസർവേഷൻ ഓഫ് മെക്കാനിക്സ്. നമ്മള് വെറുതെ അങ്ങോട്ട് പറയല്ല എനർജി കൺസേർവ്ഡ് ആണ്. ഒരു ഫോമിൽ നിന്ന് വേറെ ഫോമിലേക്ക് മാറ്റുമ്പോൾ എനർജി കൺസേർവ്ഡ് ആണെന്ന് വെറുതെ നമ്മൾ പറയല്ല. വി ആർ ഗോയിങ് ടു പ്രൂവ് ദാറ്റ്. നമ്മൾ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പ്രൂവ് ചെയ്യാൻ പോവുകയാണ് മക്കളെ. സോ അതിനായി നമുക്ക് എന്താ ഉള്ളത്? വി ഹാവ് ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 20 കിലോഗ്രാം. 20 കിലോഗ്രാം മാസ് ഉള്ള ഒരു ഹെവി ഒബ്ജക്ട് നമ്മളെ കയ്യിലുണ്ട്. വി ആർ ഡ്രോപ്പിംഗ് ദാറ്റ് ഒബ്ജക്ട് ഫ്രം എ ഹൈറ്റ് ഓഫ് 4 മീറ്റർ. 4 മീറ്റർ നിന്ന് നമ്മൾ ആ ഒബ്ജക്റ്റിനെ ഡ്രോപ്പ് ചെയ്യാം. സോ മക്കളെ, ഫസ്റ്റ് പോയിന്റ്, when the object is at the maximum height, അതിന് എന്ത് എനർജി ഉണ്ട്? It has potential energy. അതിന്റെ ഇക്വേഷൻ എന്താ? mgh ആണ്. ഇവിടെ what is its kinetic energy?
ആ മാക്സിമം എന്ന് പറഞ്ഞാൽ 4 മീറ്റർ ഉയരത്തിൽ അത് റെസ്റ്റിലാണ്. കൈനറ്റിക് എനർജി 0 ആണ്. സോ വാട്ട് ഈസ് ദ ടോട്ടൽ എനർജി ദെയർ? അങ്ങനെ ഓരോ സ്റ്റെപ്പിൽ നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിച്ച് ചെയ്ത് നോക്കണം. വി ആർ ഗോയിങ് ഫോർ ദാറ്റ്. കാര്യം മനസ്സിലായോ? കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഇവിടെ പ്രൂവ് ചെയ്യുന്നെങ്കിൽ വാലിഡ് ആണെങ്കിൽ എല്ലാ സമയത്തും ടോട്ടൽ എനർജി ഈ സെയിം ആകണം അല്ലെ? കാര്യം മനസ്സിലാക്കണം മക്കളെ. ഹയസ്റ്റ് പൊസിഷൻ അതിന് എന്താ ഉള്ളത്? പൊട്ടൻഷ്യൽ എനർജി ആണുള്ളത് അല്ലെ? ഇവിടെ താഴെ എത്തുമ്പോൾ ഹൈറ്റ് 0 ആകുന്നുണ്ട്, അതിന് കൈനറ്റിക് എനർജി ആവും ഉണ്ടാവുക. സോ ടോട്ടൽ എനർജി സെയിം. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും എല്ലാ സമയത്തും ആഡ് ചെയ്താൽ സെയിം ആണെന്ന കാര്യം നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യാൻ പോവുക. ക്ലിയർ ആണോ മക്കളെ കാര്യം? വി ആർ പ്രൂവിങ് കൺസർവേഷൻ ഓഫ് എനർജി വിത്ത് മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജിനെ കൺസർവേഷൻ നമ്മൾ ഇക്വേഷൻ ആക്കി ചെയ്യാൻ പോവുകയാണ്. അതിനായി നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ഒരു ഹൈറ്റ് നിന്ന് ഡ്രോപ്പ് ചെയ്തു. സോ വേരിയസ് പൊസിഷൻസിൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എല്ലാ സമയത്തും വാല്യൂ. യെസ്, ഹൗ ടു ഫൈൻഡ് കൈനറ്റിക് എനർജി നമ്മൾ കാണാൻ പോവുകയാണ് കേട്ടോ. സോ നമ്മൾ കാണാൻ പോവുകയാണ് ആ കാര്യം. അതാണ് നമ്മൾ ചെയ്യുന്നത്. So we are considering 5 positions, 4 meter, 3 meter, 2 meter, 1 meter and just above ground. ഇങ്ങനെ 4 പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. അതിൽ കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോടാ? നമ്മൾ ഈ ഒബ്ജക്റ്റ് ഡ്രോപ്പ് ചെയ്യുന്നത് 4 മീറ്റർ ഹൈറ്റിൽ നിന്നാണ്. ഓക്കെ, 4 മീറ്റർ ഹൈറ്റ് നിന്നാണ്. സോ ദിസ് ഈസ് പൊസിഷൻ എ, ബി, സി, ഡി ആൻഡ് ഇ. ഓരോ മീറ്റർ വെച്ചിട്ട് 1, 2, 3, 4 അല്ലെ? 4 മീറ്റർ ഹൈറ്റ് ഉണ്ട്. നമ്മൾ ഈ 5 പൊസിഷനിലുള്ള എനർജിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ കാൽക്കുലേഷൻ ഓഫ് വാട്ട്? പൊട്ടൻഷ്യൽ എനർജി. ഇക്വേഷൻ എന്താ? mgh. ഒന്ന് പറഞ്ഞേടാ, ആൻസർ എന്താ വരിക? അത് ചെയ്ത് നമുക്ക് എത്ര ആൻസർ കിട്ടുക? ഒന്ന് പറഞ്ഞേ മക്കളെ. എം എത്രയാണ് അവിടെ? 20 ആണ്. കാണുന്നില്ലല്ലോ കളർ. എം 20 ആണ് അല്ലെ? പൊട്ടൻഷ്യൽ ഈസ് mgs. എം ഇൻറ്റു ജി നമുക്ക് 10 എന്ന് എടുക്കാം. ജി ഇൻറ്റു എച്ച്. എച്ച് എത്രയായിരുന്നു? 4. സോ ആൻസർ വരിക 800 ജൂൾ വരും. കറക്റ്റ് അല്ലേ? 20 into 10 200, 200 4 800 ജൂൾ. ഈ കാര്യത്തിൽ കൺഫ്യൂഷൻ ആർക്കും ഇല്ലല്ലോ. സോ അറ്റ് ദ ഹൈയസ്റ്റ് പൊസിഷൻ when height is equal to 4 meter, potential energy is 800. At that position, kinetic energy was 0. This is the equation for kinetic energy. Half mv square. അതാണ് എഴുതിയിട്ടുള്ളത്. half mv square അല്ലെങ്കിൽ mv square by 2. Okay. So അതിൽ v square is equal to 0 at the highest position. Object റെസ്റ്റിലാ, മൂവ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. v was 0. So അവിടുത്തെ എനർജി 0 ആണ്. ടോട്ടൽ എനർജി 800 ജൂൾ. ഈ കാര്യം മനസ്സിലായെങ്കിൽ 1 ഓക്കെ, 1 ഒരു തംസ് അപ്പ്. അതൊന്ന് കമന്റ് ബോക്സിൽ വന്നേ. ഒരു 1 ഒരു തംസ് അപ്പ്. ഈ കാര്യം മനസ്സിലായെങ്കിൽ 1 ഒരു തംസ് അപ്പ്, 1 തംസ് അപ്പ്. ഒന്നാമത്തെ കാര്യം സെറ്റായി എന്ന് കാണിക്കാറുണ്ട്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറഞ്ഞു. 20 and 10 എങ്ങനെ വന്നു? യെസ് എടാ ക്വസ്റ്റ്യനിൽ പറഞ്ഞടാ. an object of mass m is equal to 20 kilogram and h is equal to 4 meter and g is equal to 10. അതാണ് നമ്മൾ ഇക്വേഷൻ mgh. m20, g you can take that as m20, g can take g as 10 and h is 4. ക്ലിയർ അല്ലേ കാര്യം? ക്ലിയർ അല്ലേ? യെസ്. 20 and 10 എങ്ങനെ വന്നു? ഇപ്പൊ ക്ലിയർ ആയ മക്കളെ? യെസ്, 1 തംസ് സെറ്റ് ആണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് അടുത്ത സിറ്റുവേഷനിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം നോക്കിക്കേ മക്കളെ, ഈ ഒബ്ജക്റ്റ് താഴേക്ക് വന്നാൽ അതിന്റെ വെലോസിറ്റി കൂടി വരും അല്ലെ? താഴേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു ആക്സിലറേറ്റഡ് മോഷൻ ആണ്. കൃത്യമായി ശ്രദ്ധിക്കണേ. താഴേക്ക് വരിക എന്ന് പറഞ്ഞാൽ ആക്സിലറേറ്റഡ് മോഷൻ ആണ്. ജി ആണ് അവിടുത്തെ ആക്സിലറേഷൻ. ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ വെലോസിറ്റി കൂടി വരും. ഫ്രീ ഫോൾ എന്നൊക്കെ വിളിക്കില്ലേ നമ്മള്? സോ ഇവിടുത്തെ വെലോസിറ്റി നമുക്ക് അറിയില്ല. വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. സോ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ മുന്നേ പഠിച്ച ഒരു ചെറിയ കാര്യം എടുക്കുകടാ. വെലോസിറ്റി നമുക്ക് അറിയുന്ന ഒരേ ഒരു കാര്യം ഈ ഹൈറ്റ് ആണ്. എത്ര ദൂരം അത് ട്രാവൽ ചെയ്തുള്ള ഹൈറ്റ് ആണ്. രണ്ടാമത് അറിയുന്ന കാര്യം ജി ആണ്. സോ നമ്മൾ ഈ ഇക്വേഷൻ എടുക്കുന്നു. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2g.
2as ഇങ്ങനൊരു ഇക്വേഷൻ പഠിച്ച ഓർമ്മ ഉണ്ടോ? ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചില്ലേ? ഇക്വേഷൻസ് ഓഫ് മോഷനിൽ v² = u² + 2as എന്ന ഇക്വേഷൻ പഠിച്ചില്ലേ? ഇക്വേഷൻസ് ഓഫ് മോഷൻ അതില് നമ്മുടെ u എത്രയാ? ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരുന്നു. സോ ദിസ് ഇസ് 0 + 2as. ഇവിടുത്തെ ആക്സിലറേഷൻ എത്രയാണ്? ദാറ്റ് ഈസ് g. സോ 2gs ആണ് v². ഈ കാര്യം മനസ്സിലായോ മക്കളെ? ഈ കാര്യം മനസ്സിലായോ? സോ വെലോസിറ്റിക്ക് പകരം v² പകരം എന്ത് നമ്മൾ 2gs ആണ് ഇനി എഴുതാൻ പോകുന്നത്. where s is the distance through which the ball is travel. അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്. s എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബോൾ അല്ലെ? s എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഒബ്ജക്ട്. ബോൾ അല്ല, ഒബ്ജക്ട്. ഈ കാര്യം മനസ്സിലായോ മക്കളെ? ഈ കാര്യം മനസ്സിലായോ? സോ ഇൻസ്റ്റെഡ് ഓഫ് v² നമ്മൾ 2gs എഴുതും. ഇക്വേഷൻ നമ്മൾ ചെറുതായി ഇതാ മോഡിഫൈ ചെയ്യാൻ പോകുന്നു. ദിസ് ഈസ് m ഇൻറ്റു v² പകരം 2gs divided by 2. സോ നമ്മൾ ഇക്വേഷൻ ഇങ്ങനെയാണ്. ഇത് നമ്മൾ ഇക്വേഷൻ ആണ് mgs. ek is equal to mgs. ദാ ഓർക്കണേ ഇതാണ് നമ്മളെ ഇക്വേഷൻ. ദാ ഒരിക്കൽ കൂടി ഞാൻ ഇവിടെ എഴുതി വെക്കുകയാണ്. മക്കളെ അടുത്ത പേജ് തന്നെ എടുത്ത് എഴുതി വെക്കാം. എനർജി കൈനറ്റിക് is equal to mgs. ഓക്കെ ആണോ? ക്ലിയർ ആണോ? കാര്യം ഒന്ന് പറഞ്ഞേ മക്കളെ. ഈ കാര്യം ക്ലിയർ ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ ആ കാര്യം ഒരിക്കൽ കൂടി പറയാം. എങ്ങനെയാണ് വിക്ക് പകരം 2gs വന്നത്? ആ കാര്യം ഒന്ന് നോക്കണേ. യെസ്, പറയടാ മക്കളെ. ക്ലിയർ ആണോ ഈ കാര്യം? ക്ലിയർ ആണെങ്കിൽ ആ കാര്യം ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. ക്ലിയർ ആണ്, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു അല്ലെ? എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്തത്? വി ഡോണ്ട് നോ വി. സോ ഇൻസ്റ്റെഡ് ഓഫ് വി നമ്മൾ എന്ത് സെറ്റ് ചെയ്തു? 2gs സെറ്റ് ചെയ്തു. സോ മക്കളെ ഓർക്കണം, എസ് എന്ന് പറഞ്ഞാൽ ഈ മാക്സിമം ഹൈറ്റിന് താഴേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്. യെസ്, സെറ്റ് അല്ലേ? സോ നമുക്ക് അടുത്ത കാര്യം ഈസി ആയിട്ട് ചെയ്യടാ. നോക്കിക്കോളൂ. രണ്ടാമത്തെ കേസിൽ എന്താ? 20 × 10 × ഹൈറ്റ് എത്രയാ? രണ്ടാമത്തെ കേസിൽ ഹൈറ്റ് 3 എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 3 = 600 ജൂൾ. ഓക്കെ അല്ലേടാ? അടുത്ത കേസ് നോക്കി. ഇവിടെ എങ്ങനെ ചെയ്യാം? m എത്രയാടാ? 20 × 10 × അവിടുത്തെ എസ് എത്ര വരും നോക്കണം മക്കളെ. ഒബ്ജക്ട് ദാ ഇവിടെ നിന്ന് ദാ ഇവിടെ എത്തി. ഒബ്ജക്ട് ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തി. അത് ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് 1 മീറ്റർ ആണ്. കാര്യം മനസ്സിലായോ? ഇവിടെ നിന്ന് എടുത്തപ്പോൾ ട്രാവൽ ഡിസ്റ്റൻസ് 1 മീറ്റർ ആണ്. സോ ദാറ്റ് × 1 ആൻസർ എത്ര വരുടാ? 200. So total energy 600 plus 200 equal to 800 joule. മനസ്സിലായോ? Yes. ക്ലിയർ അല്ലേടാ? അടുത്ത കേസിലേക്ക് പോയാലോ മക്കളെ? അടുത്ത കേസിൽ 20 × 10 × ഹൈറ്റ് എത്രയാ? mgh ഹൈറ്റ് എത്രയാ? ഇപ്പൊ ബോൾ എവിടെയാണോ മക്കളെ? ഇതാ ഇവിടെയാണ്, സിയിലാണ്. വിച്ച് മീൻസ് ഈ ഹൈറ്റ് നിലത്ത് നിന്നുള്ള ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് ഈസ് 2 meters അല്ലെ? സോ mg × 2 that is 400. At the same time ഇവിടെ 20 × 10 × ഇവിടെ എന്ത് വേണം? മുകളിൽ നിന്നുള്ള എയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ഓൾസോ 2. മനസ്സിലായോ? ഇവിടെ നിന്ന് പോയ ദൂരം എത്രയാ? 2 meters. So that is also 2 equal to 400. So total എടുക്കുമ്പോൾ again 800. കാര്യം മനസ്സിലായോടാ? സോ എല്ലാ സിറ്റുവേഷനിലും 800. അടുത്ത രണ്ട് സിറ്റുവേഷൻ നമ്മൾ ചെയ്യാൻ പോവാണ്. ഇവിടെ 20 × 10 × 1 അല്ലേ? സോ എത്ര വരുടാ? 200. ഇവിടെ ചെയ്താലോ? 20 × 10 × 3. നോക്കിക്കേ, ദാ കൺഫ്യൂഷനിലല്ലോ. ഇവിടുന്ന് ബിയിലെത്തി. ഇത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, വെലോസിറ്റിക്ക് വേണ്ടി നമ്മൾ കൺസിഡർ ഡിസ്റ്റൻസ് ഇതാണ്. ദാറ്റ് വാസ് 3. പൊട്ടൻഷ്യൽ എനിക്ക് എടുക്കേണ്ടത് ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് ആണ്. ദാറ്റ് വാസ് 1. സോ 3 ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 600. സോ ടോട്ടൽ വീണ്ടും 800. ആൻഡ് ദ ഫൈനൽ സ്റ്റെപ്പ്
ജസ്റ്റ് എബവ് ദ ഗ്രൗണ്ട്, ജസ്റ്റ് എബവ് ദ ഗ്രൗണ്ട്. ദാ ഇവിടെയാണ് ഒബ്ജക്റ്റ്. ഹൈറ്റ് എത്രയാണ്? 0 ആണ്. 20 into 10 into 0 equal to 0 ജൂൾ. ജൂൾ എന്ന് മുകളിലുണ്ട്, പിന്നെ എല്ലാ പ്രാവശ്യം എഴുതണ്ട. ഓക്കെ അല്ലേടാ? താഴെ നോക്കിക്കേ, 20 into 10 into 4. ദാ ഇവിടെ നിന്ന് എവിടേക്ക് എത്തി? താഴേക്ക് എത്തി. 4 meters പോയി. എഗെയിൻ അവിടുത്തെ കൈനറ്റിക് എനർജി എത്രയായി? 800. സോ ടോട്ടൽ എനർജി 800 ജൂൾ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയാണ്. ഡ്യൂറിംഗ് ദ മോഷൻ കൈനറ്റിക് എനർജി ആയിട്ട് മാറി എന്ത്? പൊട്ടൻഷ്യൽ എനർജി ഈസ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻടു kinetic energy. Potential energy is completely converted into potential energy is completely converted to kinetic energy at this position. എവിടെ ഇന്റർമീഡിയറ്റ് ഏത് പൊസിഷൻ എടുത്തു കഴിഞ്ഞാലും സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി ഈസ് സെയിം. ക്ലിയർ ആണെങ്കിൽ നമ്മുടെ സ്വന്തം ഇമോജി വരട്ടെ. കൺസർവേഷൻ ഓഫ് മെക്കാനിക്സിന്റെ കാര്യം ഈ ഒരു ടേബിൾ വെച്ച് ക്ലിയർ ആണെങ്കിൽ മക്കളെ, ടേബിളിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. മെക്കാനിക്കൽ എനർജി കൺസർവ്ഡ് ആണ്. ആ കാര്യം ഒന്ന് മനസ്സിലാക്കി. സാർ ഒന്ന് എന്താ? ഏതൊന്ന്? ക്ലിയർ ആണെങ്കിൽ നമ്മുടെ സ്വന്തം ഇമോജി ഒന്ന് വന്നോട്ടെ. യെസ്, അക്ഷിത വന്നു അല്ലെ. കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് കൺസർവ്ഡ്. മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്. അറ്റ് ഈച്ച് ആൻഡ് എവറി പൊസിഷൻ ദ സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി വിൽ ബി സെയിം. ഓക്കെ, ഇവിടെ നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യം mv² ആണ്. v അറിയാത്തതുകൊണ്ട് നമ്മൾ ചെറിയ ചേഞ്ച് വരുത്തി ആ കാര്യം കൂടി ക്ലിയർ ആണ്. യെസ്, ഇക്വേഷൻ എപ്പോ പഠിപ്പിക്കും മക്കളെ? ഇക്വേഷൻ വന്ന കാര്യം ഇനി പറയണോടാ? യെസ്, ഇക്വേഷൻ വന്ന കാര്യം ഞാൻ പറയാം. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ½ ആണ്. ഇവിടുത്തെ വെലോസിറ്റിയെ കുറിച്ച് നമുക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല. സോ നമുക്കറിയുന്ന വേറൊരു ഇക്വേഷൻ ഉണ്ട്. v² is equal to u² plus 2as അല്ലേടാ? സോ അതിൽ u 0 ആണ്, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ബോഡി ഈസ് ഡ്രോപ്പിംഗ് ഫ്രം റെസ്റ്റ്. സോ ഇക്വേഷൻ എന്തായിട്ട് മാറി? 2as ആയി. ഇവിടുത്തെ a എന്താ? a ആക്സിലറേഷൻ. ഫ്രീ ഫാളിലാവുമ്പോൾ g ആവും, ദാറ്റ് ഈസ് 2gs. സോ v² 2gs ആവുമ്പോൾ ഇക്വേഷൻ എങ്ങനെയാ? അവിടെ half into m into 2gs. ഈ 2 വെട്ടിക്കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി ഈസ് mgs. എസ് ആ ഡിസ്പ്ലേസ്മെന്റ് ആട്ടോ. ഈ കേസിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ബാക്കി പ്രോബ്ലം ചോദിക്കുമ്പോൾ എല്ലാ സമയത്തും നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക ½ mv² തന്നെയാണ്. യെസ്, അങ്കിത് ചോദിച്ച കാര്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ പ്രോബ്ലം വരുന്ന സമയത്ത് mgs അല്ല ഉപയോഗിക്കേണ്ടത്. ഇഫ് വെലോസിറ്റി ഈസ് ഗിവൺ യു മസ്റ്റ് യൂസ് ഇത്. പ്രോബ്ലം ചെയ്യേണ്ട കാര്യം എങ്ങനെയാ? ഒരു ക്വസ്റ്റ്യൻ വായിക്കുക, ക്വസ്റ്റ്യൻ എന്തൊക്കെ സാധനങ്ങൾ തന്നിരിക്കുന്നത് സൈഡിൽ എഴുതുക, നമുക്ക് അറിയുന്ന ഇക്വേഷൻ വെച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. എങ്ങനെയാണെന്ന കാര്യം കൃത്യമായി മനസ്സിലായി. ഓക്കെ, സോ ദിസ് ഈസ് ഇറ്റ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ടേബിളിലെ ഈ കാൽക്കുലേഷൻ കണ്ട് ആരും തന്നെ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് കൺസിഡർഡ്. ആ കാര്യം ഒന്ന് മനസ്സിലാക്കണം. ആൻഡ് വി ആർ മൂവിംഗ് ടു ദി ഫൈനൽ പാർട്ട്, റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. മക്കളെ, ഞാൻ നിങ്ങളോട് ഇപ്പൊ തന്നെ ക്ലൈമാക്സ് പറഞ്ഞ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് വിളിക്കുന്ന പേരാണ് എന്ത്? പവർ. റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ആണ് പവർ. സോ നമ്മൾ അവസാനത്തെ ഭാഗത്തേക്ക് കിടക്കുകയാണ്. പവർഫുൾ ആയിട്ടുള്ള പവർ എന്ന ഭാഗം. യെസ്, സെറ്റ് ആണ് സാർ എന്നുള്ള കാര്യം മനസ്സിലാകുന്നുണ്ട്. സോ ബാക്ക് ടു ദിസ്. ഇവിടെ 2 പേര് ഒരു മത്സരത്തിലാണ്. ഈ ഒരു കയറിൽ വലിഞ്ഞു കയറുന്ന മത്സരമാണ്. 2 പേര് കയറുന്നത് കാണാം. ഇതിൽ ഒരാൾ ഫസ്റ്റ് ആകും അല്ലെ? ബിക്കോസ് ഒരാള് ഈ താഴെ നിന്ന് ഇതാ ഇവിടേക്ക് എത്തണം. ഓഫ് കോഴ്സ് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹി ഈസ് ഡൂയിങ് സം വർക്ക് അല്ലെ? ആ ബോഡിക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. ഇയാളുടെ ബോഡിയെ മൊത്തം മുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഹി ഈസ് ഡൂയിങ് വർക്ക് ആൻഡ് ഹി ഈസ് ഓൾസോ ഡൂയിങ് വർക്ക്. ഇതിൽ ഒരാൾ ആദ്യം എത്തി എന്ന് പറഞ്ഞാൽ അയാൾ എടുക്കുന്ന സമയം കുറവാണ്. ഇതിൽ ആരാ ഫസ്റ്റ് എത്തുക? ഓഫ് കോഴ്സ് ഈ ഗേൾ ആണ് അല്ലെ? ഈ ഗേൾ ആണ് ഫസ്റ്റ് എത്തുക. വിച്ച് മീൻസ് ഷീ ഈസ് ഡൂയിങ് ദ വർക്ക് ഇൻ എ സ്മോൾ ഇന്റർവൽ ഓഫ് ടൈം. സോ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ആർക്ക് കൂടുതലാണ്? ഈ ഗേളിന് കൂടുതലാണ്. മക്കളെ, എങ്ങനെ മനസ്സിലാക്കാച്ചാൽ സപ്പോസ്
ഇവിടേക്ക് എത്താൻ 10 സെക്കൻഡ് ആണ് ഗേൾ എടുത്തത്, ഇവിടേക്ക് ഇയാള് 20 സെക്കൻഡ് എടുത്തു. അപ്പൊ 1 സെക്കൻഡ് ഇയാൾ ചെയ്ത വർക്ക് കൂടുതലല്ലേ? ദാറ്റ് ഈസ് കോൾഡ് പവർ. കൺഫ്യൂഷൻ വേണ്ടടാ, ഒരിക്കൽ കൂടി സിമ്പിൾ ആക്കി മനസ്സിലാക്കാം. 2 സ്കൂട്ടറുകൾ, ഒരു സ്കൂട്ടറും ഒരു ബൈക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലടാ. ഇതിൽ ആർക്കാണ് പവർ കൂടുതൽ? ആർക്കാ പവർ കൂടുതൽ? ഡെഫിനറ്റ്ലി അത് ഈ ബുള്ളറ്റിനാണ്, അല്ലെങ്കിൽ ഈ ബൈക്കിനാണ്. ക്ലിയർ അല്ലേ? സോ 2 വണ്ടികൾ കാണാനുണ്ട്. ഓഫ് കോഴ്സ് വി നോ ഇതിന് പവർ കൂടുതലാ, which means this can complete the task, അല്ലെങ്കിൽ this can do the work in a shorter interval of time. കാര്യം മനസ്സിലായോ? ആർക്കാ പവർ കൂടുതൽ? the one who can do the work in a shorter interval of time നമ്മൾ പറയും പവർ കൂടുതലാണ്. ഈ കാര്യം മനസ്സിലായോ? സോ പവർ measures the speed of work done. പെട്ടെന്ന് വർക്ക് ചെയ്താൽ പവർ കൂടുതലാണ്, സാവധാനം വർക്ക് ചെയ്താൽ പവർ ഈസ് ലെസ്. ഓക്കെ, ആക്ച്വലി പവർ റെപ്രസെന്റ് ഹൗ ഫാസ്റ്റ് ഓർ സ്ലോ വർക്ക് ഈസ് ഡൺ. ക്ലിയർ ആണ്? സിമ്പിൾ ആടാ. പവർ കൂടിയ ആളുകൾ പെട്ടെന്ന് മുകളിലെത്തും അല്ലെ? പവർ കൂടിയ ആളുകൾ പെട്ടെന്ന് മുകളിലെത്തും. 2 പേരും ചെയ്യുന്നത് ഒരേ കാര്യം, ഒരേ വർക്ക്. ഈ സ്കൂട്ടർ ഓടിയെത്തുന്ന ദൂരം തന്നെയാണ് ഈ ബുള്ളറ്റും ഓടുക. പക്ഷെ പവർ ആർക്കാണോ കൂടുതൽ, ദേ വിൽ കംപ്ലീറ്റ് ദ വർക്ക് വിത്ത് മോർ സ്പീഡ്. ആക്ച്വലി പവർ എന്താ? മെഷർ ഓഫ് വർക്ക് മെഷർ ഓഫ് സ്പീഡ് ഓഫ് വർക്ക് എന്നാണ്. പക്ഷെ ഇതൊന്നുമല്ല നമ്മൾ പഠിക്കേണ്ട കാര്യം. നമുക്ക് പഠിക്കേണ്ട കാര്യം ഇങ്ങനെയാണ്: പവർ P is equal to W/T, വർക്ക് ബൈ ടൈം. ഇത്രയേ വേണ്ടു. നമുക്ക് എന്താ വേണ്ടത്? പവർ P is equal to വർക്ക് ബൈ ടൈം, W/T. ഈ കാര്യം പഠിച്ചാൽ മതി. ഇത് തന്നെയാണ് പവറിന്റെ ഡെഫിനിഷൻ. പവർ is defined as the rate of doing work or rate of transfer of energy. നമുക്കറിയാം വർക്ക് എന്ന ട്രാൻസ്ഫർ ഓഫ് എനർജി ആണ്. റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്താണ് പവർ? ഇറ്റ് ഈസ് റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. അത്രേ ഒറ്റ വഴി. പവർ എന്താ? റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. ആൻഡ് അതിന്റെ ഇക്വേഷൻ ആണ് W/T. കഴിഞ്ഞില്ലേടാ? W എന്താടാ? വർക്ക് ബൈ ടൈം. വർക്ക് ബൈ ടൈം. ഇത്രയും ക്ലിയർ ആണോ മക്കളെ? പവർ എന്താ? പവർ ഈസ്, നമുക്ക് നേരെ എഴുതി വരാം, ഓർഡറിൽ എഴുതി വരാം. പവർ P is equal to വർക്ക് ബൈ ടൈം. ദാറ്റ് ഈസ് W/T. This is the equation for power. തെറ്റല്ലേടാ? അങ്ങനെയെങ്കിൽ പവറിന്റെ യൂണിറ്റ് വേണം. യൂണിറ്റ് എങ്ങനെ എഴുതാം മക്കളെ? മുകളിലാരാ? വർക്ക്, ജൂൾ. താഴെ ആരാ? സെക്കൻഡ്. ജൂൾ പെർ സെക്കൻഡ് ആണ് വർക്കിന്റെ യൂണിറ്റ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് അത് വാട്ട് ആണ്. WATT, വാട്ട്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ? ക്വസ്റ്റ്യൻ ആയിട്ടും പറയാം, നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയി പറയാം. WATT, വാട്ട് അല്ലെ? ജെയിംസ് വാട്ട്, ആ സയന്റിസ്റ്റിന്റെ ബഹുമാനാർത്ഥം നമ്മൾ കൊണ്ടുവന്ന പേരാണ് എന്ത്? വാട്ട് എന്ന പേര്. സോ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ? ക്ലിയർ അല്ലേടാ? നമുക്ക് വേറെ 2 കാര്യങ്ങളുണ്ട്. കിലോ വാട്ട് ഉണ്ട്. കിലോ വാട്ട് ഈസ് ആക്ച്വലി 1000 വാട്ട് ആണ് കേട്ടോ. കിലോ വാട്ട് ആണ് 1000 വാട്ട് ആണ്. യെസ്, ഇത്രയേ ഉള്ളൂ പവർ. ഈ പേജിൽ കാണുന്ന കാര്യം മാത്രമാണ്. ഈ പേജിൽ മക്കളെ നിങ്ങൾക്ക് ഈ പേജിൽ കാണാൻ പറ്റുന്ന കാര്യം മാത്രമാണ് നമ്മുടെ പവർ. W/T, വർക്ക് ബൈ ടൈം. ഇത്രയേ ഉള്ളൂ. എന്താ വർക്ക്? പവർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. W/T, റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. ഇത്രയേ ഉള്ളൂ കാര്യം. W/T യൂണിറ്റ് ആണ് വാട്ട്. വാട്ട് ഈസ് വാട്ട്? വാട്ട് ഈസ് വാട്ട്? വാട്ട് it is what Regina, it is what WATT, what is the unit of power? WATT, what is the unit of power? WATT, what is the unit of power? മനസ്സിലായില്ലേ? Yes. And we are moving to the last sections. 2 question കൂടിയാണ്, സോറി ഒറ്റ ക്വസ്റ്റ്യൻ കൂടി നമുക്കുള്ളൂ. ഇതോടുകൂടി നമ്മളെ ചാപ്റ്റർ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുന്നു. Are you ready guys? റെഡി ആണെങ്കിൽ ആ കാര്യം പറയണം. യെസ്, ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഒക്കെ ഇതിന് ശേഷം ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ, അത്ര വലിയ ഇക്വേഷൻസും ബുദ്ധിമുട്ടുകളും ഒന്നുമില്ലാത്ത ചാപ്റ്റർ ആണ്. നോക്കണം മക്കളെ, ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ സയന്റിഫിക്കലി എക്സാമിന് അപ്രോച്ച് ചെയ്യുന്ന ആ രീതിയിൽ തന്നെ എഴുതാൻ പോകുന്നത്. 2 girls,
ഈച്ച് ഓഫ് വെയിറ്റ് 400 ന്യൂട്ടൺ. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് കാര്യം ശ്രദ്ധിക്കണം, വെയിറ്റ് ആണ് തന്നത്, മാസ് അല്ല. അപ്പൊ നമുക്ക് എന്തിന് ഇക്വലന്റ് ആണ്? ഫോഴ്സിന് ഇക്വലന്റ് ആണ്. mg ആണ് വെയിറ്റ്. സോ ദാറ്റ് നമുക്ക് ഈസി ആയിട്ട് എഫ് എന്ന് തന്നെ എഴുതി വെക്കാം. 400 ന്യൂട്ടൺ. ന്യൂട്ടൺ എന്തിന്റെ യൂണിറ്റാ? ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ആ ബോഡിയിൽ ഭൂമി കൊടുക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. mg ആണ് വെയിറ്റ്. ദാറ്റ് ഈസ് 400 ന്യൂട്ടൺ. ദാറ്റ് ഈസ് given. Climbs up a rope through a height of 8 meter. നമ്മൾ നേരത്തെ കണ്ടില്ലേടാ, ഒരു ബോയ് ഒരു ഗേളും രണ്ട് കയറിൽ കയറുന്നത് കണ്ടില്ലേ? അതിന് പകരം രണ്ട് ഗേൾസ് ആണ് കയറുന്നത്. ഹൈറ്റ് 8 മീറ്റർ ആണ്. സോ h is equal to 8 meter. Okay, we name one of the girl as A and other as B. Girl A takes 20 seconds. Appo time for A is 20 seconds and time for B is 50 seconds. That is given. 50 seconds. Time for A is 20 seconds and time for B is 50 seconds to complete this task. What is the power expended by each girl? Simple alle karyam. Simple alle karyam. Namak endu kandupidikkada? Power. Power is equal to work by time. Work engane kandupidikkam? Force into displacement. ഞാൻ എഴുതാണ് ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, ഇത്രയല്ലേ ഉള്ളൂടെ മക്കളെ. നമ്മൾ രണ്ട് കോളം തുറന്നു. ഗേൾ എ, ഗേൾ ബി. സോ ദിസ് ഈസ് ആക്ച്വലി എഫ് ഇൻറ്റു എസ് അല്ലെ? എച്ച് ആണ് എന്താ അവിടുത്തെ? എസ്. ഡിസ്പ്ലേസ്മെന്റ് എച്ച് ആണ്, സോറി ഡിസ്പ്ലേസ്മെന്റ് എസ് ആണ്. സോ എഫ് ഇൻറ്റു എസ് ബൈ ടി. സോ ഗേൾ എ ആണെങ്കിൽ പവർ എ ഇസ് ഈക്വൽ ടു എഫ് എ ഇൻറ്റു എസ് എ ഡിവൈഡഡ് ബൈ ടി എ. ഫോഴ്സ് രണ്ട് പേരുടെയും സെയിം ആണ്. ദാറ്റ് വാസ് 400 ഇൻറ്റു ഹൈറ്റ് എത്രയായിരുന്നു? ദാറ്റ് വാസ് 8 divided by 20. Power girl B ആണെങ്കിലോ PB, power B is equal to force of B, yes, into displacement of B divided by time of B. Force again 400 into 8 divided by 50. Cut ചെയ്യാം, answer ചെയ്യാം. 20. So this is 160. പവറിന്റെ യൂണിറ്റ് എന്താടാ? വാട്ട്. W എന്നിട്ടാ മതി കേട്ടോ. W, yes, WATT, വാട്ട്. പവർ B എത്ര വരും? B എത്ര വരും? 0 പോയി 8. It takes 64 watts. സിമ്പിൾ. ഉത്തരം കിട്ടിയില്ലേ മക്കളെ? ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. എല്ലാ പോയിന്റും, ഈച്ച് ആൻഡ് എവറി പോയിന്റ് നമ്മൾ 2 ലൈവിൽ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അപ്പുറം ഈ ചാപ്റ്റർ ഒന്നും തന്നെ ഇല്ല. മുഴുവൻ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്ലിയർ ആണെങ്കിൽ, ഈ ചാപ്റ്റർ കംപ്ലീറ്റ്ലി ക്ലിയർ ആണെങ്കിൽ ആ കാര്യം ദാ ഇവിടെ നിങ്ങൾക്ക് ഫയറിന്റെയും ഹാർട്ടിന്റെയും നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള കമന്റിന്റെയും രൂപത്തിൽ പറയാം. ആ ഒരു സമയം കൊണ്ട് ഞാൻ കുറച്ച് ഇക്വേഷൻസ് സൈഡിൽ എഴുതി വെക്കാം. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച ഇക്വേഷൻ ഒന്നുമില്ലട മക്കളെ. കൈനറ്റിക് എനർജി, എ കൈനറ്റിക് ഈക്വൽ ടു ഹാഫ് mv². ഈ പൊട്ടൻഷ്യൽ is equal to mgh. Power P is equal to W by T, and most important, W is equal to force into displacement, Fs. ഇതാണ് ഈ ചാപ്റ്റർ. യെസ്, താങ്ക് യു. ടാറ്റയൊക്കെ പറയേണ്ട, ഓരോരുത്തർ ടാറ്റയൊക്കെ തരേണ്ട. യെസ് മക്കളെ, ഈ കാര്യം വീഡിയോ പിന്നെ കാണുന്ന മക്കൾ നിർബന്ധമായും ഇറ്റ്സ് എ റിക്വസ്റ്റ്, നിങ്ങൾ ആ കമന്റ് ബോക്സിൽ ഈ കാര്യം ഒന്ന് എഴുതി വെക്കണം. യെസ്, ഇത്രയേ ഉള്ളൂ മക്കളെ. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് ഡേ ആൻഡ് താങ്ക് യു. MCQ ക്വസ്റ്റ്യൻസ് വേണം മക്കളെ. നമുക്കത് നാളെ കൃത്യം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് ഒരു റെക്കോർഡ് വീഡിയോ നാളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്യും. അതും നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ആൻഡ് ഐ വാട്ട് നിങ്ങളുടെ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സി യു. MCQ ക്വസ്റ്റ്യൻസ് വരും മക്കളെ.